ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക്. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ഹെൽത്തി സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. കുറച്ച് സേമിയയും മുട്ടയും ഉണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്ക് ഉണ്ടാക്കിയെടുക്കാം. നല്ല ടേസ്റ്റാണ്, പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാം, എല്ലാവർക്കും ഇഷ്ടമാവും. അപ്പം നോക്കാം റെസിപ്പി എങ്ങനെയാണെന്ന്. ആദ്യം നമുക്ക് സേമിയ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ചൂടാക്കിയെടുക്കുക. പാൻ ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ എണ്ണ ചേർത്ത് കൊടുക്കുക. ഏതെണ്ണ എടുത്താലും കുഴപ്പമില്ല. ഞാനിപ്പോൾ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് സേമിയ ചേർത്ത് കൊടുക്കാം. 240 ml കപ്പിൽ 3/4 കപ്പ് സേമിയാണ് എടുത്തിരിക്കുന്നത്. സാധാരണ ഒരു മീഡിയം സൈസ് ഗ്ലാസ്സിലാണ് അളന്നെടുത്തിരിക്കുന്നത്. നല്ല നൈസായിട്ടുള്ള സേമിയാണ് ടേസ്റ്റ് കൂടുതൽ കേട്ടോ. തീ സിമ്മിനും മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. ഒന്ന് ബ്രൗൺ നിറാകുന്ന വരെ വറുത്തെടുക്കാം. നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി നമുക്കിതിലോട്ട് ഒരു മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എരിവിന് വേണ്ടിയിട്ട് നമുക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ 1/2 മുറി പച്ചമുളകാണ് ചേർക്കുന്നത്. നല്ല എരിവുള്ള മുളകാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എരിവ് കുറവുള്ള മുളകാണെങ്കിൽ ഒന്നൊക്കെ ചേർക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റിൻ്റെ പകുതി ഗ്രേറ്റ് ചെയ്ത് ചേർക്കുക. ഒരു മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്. ഇനി ഇതിലോട്ട് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണേ. ഈ പച്ചക്കറിക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമുക്കൊരു 2 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് 5 മീഡിയം സൈസ് മുട്ടയാണ്. മുട്ടയുടെ എണ്ണം വേണമെങ്കിൽ കൂട്ടാം. മുട്ടയ്ക്ക് ആവശ്യമുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്. ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന സേമിയ കൂടി ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നോക്കുക. ഇനി നമുക്കിത് ചുട്ടെടുക്കാം. അതിന് വേണ്ടിയിട്ട് ദോശപ്പാൻ ചൂടാക്കിയെടുക്കുക. തീ മീഡിയത്തിലാണ് ഇട്ടിരിക്കുന്നത്. പാൻ ചൂടായിട്ട് വരുമ്പോൾ കുറച്ച് എണ്ണ തേച്ച് കൊടുക്കുക. ഇനി ഇതിലോട്ട് കോരി ഒഴിച്ചു കൊടുക്കാം. നല്ല നൈസായിട്ട് പരത്തണ്ട, കുറച്ച് കട്ടി വേണം. അതായത് ഓംലെറ്റിനേക്കാളും കുറച്ചും കൂടെ കട്ടി കാണും കേട്ടോ. നല്ല നൈസായിട്ട് പരത്തിയാൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. തീ കൂട്ടിയിടരുത്, എന്നാൽ അകമൊന്നും വെന്ത് വരില്ല. താഴെ വെന്ത് വരുമ്പോഴേക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇനി താഴ്ഭാഗവും വെന്ത് വരണം. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. നല്ല ടേസ്റ്റും മണവും ഒക്കെ ആണ്. സാധാരണ ഓംലെറ്റ് പോലെയൊന്നും അല്ല. ഒരു പ്രാവശ്യം നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയാൽ എപ്പോഴും ഉണ്ടാക്കും. പച്ചക്കറിയും മുട്ടയൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു സ്നാക്കും ആണ്. കുട്ടികൾക്ക് പോലും ഒരു മടിയും കാണില്ല ഇത് കഴിക്കാൻ. വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇത് വേണമെങ്കിൽ സോസ് കൂട്ടിയും കഴിക്കാം. ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ അല്ലെങ്കിൽ കുട്ടികൾക്ക് ഉച്ചയ്ക്ക് വേണമെങ്കിലും നമുക്കിത് കൊടുത്തേക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇഷ്ടമെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പീസിനായിട്ട് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയിട്ട് കാണാം. ബൈ.